ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലുള്ള 3.15 എന്ന സെക്ഷനാണ്. അതായത് മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യനും ചോദിക്കും. അതുകൊണ്ട് ഈ ഒരു ഭാഗം നല്ലപോലെ നോട്ട് ചെയ്യുക, പഠിക്കുക. ഇവിടെ ആദ്യം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് മീറ്റർ ബ്രിഡ്ജ്? വാട്ട് ഈസ് മീറ്റർ ബ്രിഡ്ജ് എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് അൺനോൺ റെസിസ്റ്റൻസ് ബൈ യൂസിങ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് എന്താണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് മീറ്റർ ബ്രിഡ്ജ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, മീറ്റർ ബ്രിഡ്ജ് ഈസ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. ഇപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണ്? ഒന്നുകിൽ മീറ്റർ ബ്രിഡ്ജ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേര് ചോദിക്കാം, ദാറ്റ് ഈസ് വാട്ട് മീറ്റർ ബ്രിഡ്ജ്. അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിളിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കാം, ദാറ്റ് ഈസ് വാട്ട് മീറ്റർ ബ്രിഡ്ജ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. ഇതാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ സർക്യൂട്ട് ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും. അതായത് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ദാറ്റ്സ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഡിറൈവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഈ ഫിഗർ വരച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക, ഈ ഫിഗറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ 2 റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഒന്ന് ആറും അടുത്തത് എന്താണ്? എസും. ഇവിടെ ആർ എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ആർ ഈസ് ദ അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, അവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഈസ് എ നോൺ റെസിസ്റ്റൻസ്. എസിനെ നമുക്ക് അറിയാം. ഓക്കെ, ഇറ്റ് ഈസ് എ നോൺ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കിവിടെ അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു കീ കണ്ടില്ലേ? ഈ കീ ക്ലോസ് ചെയ്യുക. കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സെല്ലിൽ നിന്ന് കറണ്ട് പോകും. ഇവിടുന്ന് ഐ കറണ്ട് എന്ത് ചെയ്യുന്നു? ഈ സർക്യൂട്ടിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കണ്ടോ, ഇതാണ് ജോക്കി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതാണ് ജോക്കി. ഈ ജോക്കി എന്ത് ചെയ്യുക? ഈ വയറിന്റെ മുകളിലൂടെ എന്ത് ചെയ്യുക? സ്ലൈഡ് ചെയ്യുക. അതായത് AC എന്ന് പറയുന്ന 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറാണ്. ഈ വയറിന്റെ മുകളിലൂടെ എന്ത് ചെയ്യുക? ജോക്കി ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ എന്ത് കാണിക്കും? 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, ഈ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ നമുക്ക് പറയാം മീറ്റർ ബ്രിഡ്ജ് എന്താണ്? ബാലൻസ്ഡ് ആണെന്ന് പറയാം. എന്താണ് മീറ്റർ ബ്രിഡ്ജ്? ബാലൻസ്ഡ് ആണ്. അങ്ങനെ ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഏത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം? വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. എന്താണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, P/Q = R/S. ഇതായിരുന്നു വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. ശരിയല്ലേ? ഇവിടെ പിയും ക്യൂവും ആറും എസും എന്താണ്? 4 റെസിസ്റ്റേഴ്സ് ആണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എത്ര റെസിസ്റ്റൻസേ കാണാൻ പറ്റുന്നുള്ളൂ? 2 റെസിസ്റ്റേഴ്സേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? ഇത് കൂടാതെ വേറെ 2 റെസിസ്റ്റൻസ് കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയോ? അത് ഒന്നിതാണ്, അതായത് ഈ വയർ കണ്ടോ? ഓക്കെ, ഈ ജെ നിൽക്കുന്നതാണ് ബാലൻസിങ് പോയിന്റ്. ഇതാണ് ബാലൻസിങ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നിങ്ങൾ ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് L1. L1 ഈസ് ദ ബാലൻസിങ് ലെങ്ത് ഹിയർ. അപ്പൊ ഈ ലെങ്ത്തിന് എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ L1 ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ് ഒന്ന്. അടുത്തത് എന്താണ്? ഈ 100 - L1 റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് 100 - L എഴുതാൻ കാരണം ഇത് 1 മീറ്റർ ലെങ്ത് ഉള്ള വയറാണ്. ദാറ്റ് ഈസ് 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് ബാക്കിയുള്ള ലെങ്ത് എത്രയാണ്? L1 കഴിഞ്ഞാൽ ബാക്കി 100 - L1 ആണുള്ളത്. ഈ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ്. അപ്പൊ മൊത്തത്തിൽ എത്ര റെസിസ്റ്റൻസ് ആയി? 4 റെസിസ്റ്റൻസ് ആയില്ലേ? അപ്പൊ ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് ഇതിനെ P എന്ന് വിളിക്കാം, ഇതിനെ Q എന്ന് വിളിക്കാം. ഈ L1 ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് R എന്ന് വിളിക്കാം. 100 - L1 ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് S എന്ന് വിളിക്കാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് P യുടെ സ്ഥാനത്ത് R എന്ന് കൊടുക്കാം. ഓക്കെ, ക്യൂവിന്റെ സ്ഥാനത്ത് S എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? L1 ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ്. സോ L1 ഇൻറ്റു നിങ്ങൾക്ക് സിഗ്മ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കാം. സിഗ്മ ഇസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ് സിഗ്മ. അപ്പൊ L1 ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? L1 ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ
എസ് എന്ന് പറയുന്നത് 100 - L1 ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഈസ് 100 - L1 × സിഗ്മ. ഇത് ക്യാൻസൽ ചെയ്യാം, സിഗ്മ ഇവിടെ സിഗ്മ ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് വാട്ട്, R ഈസ് ഈക്വൽ ടു എസ് ഇങ്ങോട്ടേക്ക് പോയാൽ കിട്ടുന്നത് S × L1 ഡിവൈഡ് ബൈ 100 - L1. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത്രയേ ചെയ്യാനുള്ളൂ. സോ ദിസ് ഈസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ വയർ കണക്റ്റഡ് ഇൻ ദ ലെഫ്റ്റ് ഗ്യാപ്പ് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ് ബാലൻസസ് എ 10 ohm resistance in the right gap at a point which divides the bridge wire into the ratio 3:2. Calculate the resistance of the wire. If the length of the wire is 1 ohm, what is the length of the 1 ohm wire? ഓക്കെ, ഇതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഇത് മീറ്റർ ബ്രിഡ്ജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മീറ്റർ ബ്രിഡ്ജ് ഇവിടെ വരക്കുന്നു. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന വയറിൻ്റെ ലെങ്ത് നിങ്ങൾക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഗ്യാപ്പിൽ 10 ohm കണക്ട് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ഗ്യാപ്പിൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, ഇത് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്ത സമയത്ത് ലെങ്ത്തിൻ്റെ റേഷ്യോ എത്രയാണ്, 3:2 ആണ്. അതുകൊണ്ട് ഞാൻ ഈ ലെങ്ത്ത് 3L ആയിട്ട് എടുക്കുന്നു, ദാറ്റ് ഈസ് ദ ബാലൻസിങ് ലെങ്ത്ത്. ഓക്കെ, അടുത്ത ലെങ്ത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, 2L ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ റേഷ്യോ എത്രയാണ് വരിക, 3L/2L, 3:2 ആണ്. ഇവിടെ ലെങ്ത്തിൻ്റെ റേഷ്യോ 3:2 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലെങ്ത്തിൻ്റെ വാല്യൂ 3L-ഉം 2L-ഉം എടുത്തത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം അല്ലേ? കാരണം ബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് P/Q = R/S. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി മാർക്ക് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതിന് P എന്ന് കൊടുക്കുന്നു, ഇത് Q ആണ്, ഇത് R, ഇത് S. ഓക്കെ, ഇനി നമുക്ക് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് P/Q = R/S. പിയുടെ സ്ഥാനത്ത് നമുക്ക് X എന്ന് കൊടുക്കാം അല്ലേ, Qൻ്റെ സ്ഥാനത്ത് 10 ohm എന്ന് കൊടുക്കാം, Rൻ്റെ സ്ഥാനത്ത് 3L, Sൻ്റെ സ്ഥാനത്ത് 2L. പിന്നെ നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു 15 ohm എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, ശരിയല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, ഈ വയറിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ഓക്കെ, അതായത് 15 ohm റെസിസ്റ്റൻസ് ഉള്ള ഈ വയറിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ. സോ എക്സ് പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതാം. ഓക്കെ, അതുകൊണ്ട് ഇതിനെ ഒന്നുകൂടി മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ എൽ ഡാഷ് എന്ന് എഴുതാം, ശരിയല്ലേ? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 15 ohm എന്ന് കൊടുക്കാം. എക്സ് ഡാഷിൻ്റെ സ്ഥാനത്ത് 1 ohm എന്ന് കൊടുക്കാം, കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1 ohm ആണ്. ലെങ്ത് എത്രയാണ്, 1 മീറ്റർ ആണ്. എൽ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ, 1 ohm വയറിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദ്യം. ദെർഫോർ എൽ ഡാഷ് ഈസ് ഈക്വൽ ടു 1/15 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇതാണ്. ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ എ മീറ്റർ ബ്രിഡ്ജ് ഈസ് ഇൻ ബാലൻസ്ഡ് സ്റ്റേറ്റ്. ദ മീറ്റർ ബ്രിഡ്ജ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 1 ohm/centimeter. Calculate the value of unknown resistance X and the current drawn from the battery of negligible internal resistance. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊരു ബാലൻസ്ഡ് മീറ്റർ ബ്രിഡ്ജ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വയറിൻ്റെ ലെങ്ത് എത്രയാണ്, 1 ohm/centimeter ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള അൺനോൺ റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം, അതേപോലെ ബാറ്ററി സെൻഡ് ചെയ്യുന്ന കറണ്ടും കണ്ടുപിടിക്കണം. ഇവിടെ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഞാനിവിടെ റെസിസ്റ്റൻസിന് എക്സിൻ്റെ സ്ഥാനത്ത് P എന്ന് കൊടുക്കുന്നു, 3 ohmൻ്റെ സ്ഥാനത്ത് Q കൊടുക്കുന്നു. 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള വയറിന് R എന്ന് കൊടുത്തു, 60 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള വയറിന് S എന്ന് കൊടുത്തു. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് 1 ohm/centimeter ആണ്. അപ്പോൾ 40 സെൻറ്റിമീറ്റർ ഉള്ള വയറിൻ്റെ ലെങ്ത് റെസിസ്റ്റൻസ് എത്രയായിരിക്കും, 40 ohm ആയിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണ് 40 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 ohm/centimeter, അപ്പോൾ 40 ohm എന്ന് കിട്ടും. അതുപോലെ എസിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ohm എന്ന് കിട്ടും. ഇനി നമുക്ക് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് P/Q = R/S. പിയുടെ സ്ഥാനത്ത് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂയുടെ സ്ഥാനത്ത് 3, അതുപോലെ ആറിൻ്റെ സ്ഥാനത്ത് 40, എസിൻ്റെ സ്ഥാനത്ത് 60. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടും, 2 ohm എന്ന് കിട്ടും. സോ ദ അൺനോൺ റെസിസ്റ്റൻസ് ഈസ് 2 ohm. ശരിയല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ബാറ്ററി സെൻഡ് ചെയ്യുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ബാറ്ററി സെൻഡ് ചെയ്യുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കൂ. അത് A എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ആമിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്. ഓക്കെ,
അതുപോലെ അടുത്ത ആമിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? I2 ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കറിയാം കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സെല്ലിൻ്റെ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് എടുത്താൽ മതി. ദാറ്റ് ഈസ് I = E ഡിവൈഡ് ബൈ REQ. ഓക്കെ, ഇവിടെ REQ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പിയിലൂടെയും ക്യൂയിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആണ്, I2 തന്നെയാണ്, ശരിയല്ലേ? അതുപോലെ 40 ഓമുള്ള റെസിസ്റ്റൻസിലൂടെയും 60 ഓമുള്ള റെസിസ്റ്റൻസിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് 2 ഓമും 3 ഓമും എന്താണ്? സീരീസ് ആണെന്ന് പറയാം. അതുപോലെ 40 ഓമും 60 ഓമും എന്താണ്? സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടുന്നത് 100 ഓം എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് REQ = എന്ത് എഴുതാം? പാരലൽ കോമ്പിനേഷൻ അല്ലേ? ഇവിടെ 5 ഓമും 100 ഓമും എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. സോ REQ = R1 R2 ഡിവൈഡ് ബൈ R1 + R2. ഓക്കെ, അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? ദാറ്റ് ഈസ് 5 × 100 ഡിവൈഡ് ബൈ 100 + 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 500 ഡിവൈഡ് ബൈ 105. ഇതാണ് ഇവിടെ ഇക്വൽ റെസിസ്റ്റൻസ്, ശരിയല്ലേ? അത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എത്രയാണ്? വോൾട്ടേജ് ആണ്, 6 ആണ്, ഡിവൈഡ് ബൈ 500 ഡിവൈഡ് ബൈ 105, ശരിയല്ലേ? 105 മുകളിലേക്ക് പോകും. സോ വി ഗെറ്റ് 6 × 105 ഡിവൈഡ് ബൈ 500 എന്ന് കിട്ടും. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഈ സോൾവ് ചെയ്യാൻ എന്താ കിട്ടുക? 630 ഡിവൈഡഡ് ബൈ 500 എന്ന് കിട്ടും, ശരിയല്ലേ? ഇപ്പോൾ 630 ഡിവൈഡ് ബൈ 500 എന്ന് പറയുമ്പോൾ 6.3 ഡിവൈഡ് ബൈ 5 ആണ്. ദാറ്റ് ഈസ് 1.26. അപ്പോൾ ഇവിടെയുള്ള കറണ്ട് എത്രയാണ്? 1.26 ആണ്. സോ ദ ആൻസർ ഈസ് 1.26 ആംപിയർ. മനസ്സിലായില്ലേ? അഥവാ നിങ്ങളോട് ചോദിക്കുന്നത് എക്സ് എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണെങ്കിലോ എന്ന് പറഞ്ഞാൽ I2 കണ്ടുപിടിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ I1 കണ്ടുപിടിക്കാൻ പറയുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിനുവേണ്ടി ഞാൻ ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി വരക്കുന്നു. സർക്യൂട്ട് മാറ്റി വരച്ചാൽ എന്താ കിട്ടുക? ഇവിടെയുള്ള കേസിൽ 5 ഓമും ഈ കേസിൽ 100 ഓമുമാണ് വരുന്നത്, ശരിയല്ലേ? ഇത് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്തു? ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. 6 വോൾട്ട് ബാറ്ററി ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് എത്രയാണ്? I ആണ്. 5 ഓമിലൂടെ പോകുന്നത് I2, അതുപോലെ 100 ഓമിലൂടെ പോകുന്നത് I1 ആണ്. ഇനി ഇത് രണ്ടും എന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷൻ അല്ലേ? അതുകൊണ്ട് ഈ രണ്ടിനും ഇടയിലുണ്ടാകുന്ന വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. 5 ഓമിലുള്ള വോൾട്ടേജും സെയിം ആണ്, V ആണ്. അതേപോലെ 100 ഓമിലുള്ള വോൾട്ടേജും V ആണ്. ഓക്കെ, അത് എത്രയായിരിക്കണം? ബാറ്ററി വോൾട്ടേജ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് ആയിരിക്കും, ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് I1 എങ്ങനെ കണ്ടുപിടിക്കാം? I1 = V ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, അല്ലേ? വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്? 6 ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? 100 ആണ്, ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ഇവിടെയുള്ള കേസിൽ 6 ഡിവൈഡ് ബൈ 100 = 0.06 എന്ന് കിട്ടും, ശരിയല്ലേ? അതുപോലെ I2 കണ്ടുപിടിക്കണമെങ്കിലോ? I2 കണ്ടുപിടിക്കണമെങ്കിൽ അവിടെയുള്ള വോൾട്ടേജിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ആ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് 6 ഡിവൈഡ് ബൈ 5, ദാറ്റ് ഈസ് 1.2 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് I1 I2 കണ്ടുപിടിക്കാം. ഇനി I2 കണ്ടുപിടിക്കുക ഇങ്ങനെ ചെയ്യണമെന്നില്ല. I1 കിട്ടിയാൽ നിങ്ങൾക്ക് I2 കിട്ടിയതിന് തുല്യമാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? ടോട്ടൽ കറണ്ട് എത്രയാണ്? 1.26 ആണ്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? I1 + I2 അല്ലേ? സോ I = I1 + I2 ആണ്. സോ I2 = I - I1 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 1.26 - 0.06. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1.2 ആംപിയർ തന്നെയാണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.